ഈ വീഡിയോയിൽ കവർ ചെയ്യുന്ന ടോപ്പിക് പ്രൊഡക്റ്റ് ക്രിയേഷൻ ഇൻക്ലൂഡിങ് ഇൻവെൻറ്ററി മാസ്റ്റേഴ്സിലെ പ്രൊഡക്റ്റിൻ്റെ മറ്റ് ടോപ്പിക്സ്, അതായത് ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വരുന്ന ടോപ്പിക്സ്, പ്രൊഡക്റ്റ് ഗ്രൂപ്പ്, കാറ്റഗറി, ബ്രാൻഡ്, അതുപോലെയുള്ള ഡീറ്റെയിൽസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഇൻവെൻറ്ററി മാസ്റ്റേഴ്സ് പ്രൊഡക്ട്സ് എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിലവിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും ലിസ്റ്റിൽ അവൈലബിൾ ആയിട്ട് വരും. അതിനുശേഷം ഇവിടെ മുകളിൽ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പുതിയ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഈ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ടോപ്പ് സ്ക്രീനിലെ ഷോർട്ട് കീ ആയ ഈ പ്രൊഡക്ട്സ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തും നമുക്ക് പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള വിൻഡോയിലേക്ക് ഡയറക്റ്റ് വരാൻ പറ്റും. ഈ പ്രൊഡക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന വിൻഡോയിൽ സ്റ്റാർട്ടിംഗ് പ്രൊഡക്റ്റ് കോഡാണ്. ഈ പ്രൊഡക്റ്റ് കോഡ് ഡിഫോൾട്ടായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻക്രിമെൻറ്റ് വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മാനുവൽ ക്ലിക്ക് ചെയ്ത് ഒരു യുണീക്ക് പ്രൊഡക്റ്റ് കോഡ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ മാത്രം മാനുവൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ അത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ലൈൻ പ്രൊഡക്റ്റ് നെയിം എപ്പോഴും കറക്റ്റായിട്ട് ഫുൾ ഡീറ്റെയിൽസോട് ഫില്ല് ചെയ്യുക. ഒരു എക്സാമ്പിൾ, ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു സൺഫ്ലവർ ഓയിൽ, നമ്മൾ ഫസ്റ്റ് സൺഫ്ലവർ ഓയിൽ കൊടുത്തു. ഇനി ഇതൊരു പർട്ടിക്കുലർ ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിൽ ആ ബ്രാൻഡ് നെയിമും കൂടി ഇതിൽ കൂടെ ഇൻക്ലൂഡ് ചെയ്യുക. എന്നാൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ, റിപ്പോർട്ട്സൊക്കെ എടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. സൺറിച്ച് കൊടുത്തു ഒരു എക്സാമ്പിൾ. ഇനി അത് എത്ര ലിറ്ററിൻ്റെ പാക്കാണ്, ഇപ്പോൾ 1 ലിറ്റർ ആണെങ്കിൽ നമ്മൾ 1 ലിറ്റർ എന്ന് കൂടി മെൻഷൻ ചെയ്യുന്നു. ഇനി ഇത് കൂടാതെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 100 ഗ്രാം ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ കൂടെ നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് അടുത്ത ലൈനിൽ വരുന്നത് നേരെ പ്രൊഡക്റ്റ് ഗ്രൂപ്പിലേക്കാണ് വരുന്നത്. പ്രൊഡക്റ്റ് ഗ്രൂപ്പ് നമുക്ക് ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ ഗ്രൂപ്പിൽ നിലവിൽ ക്രിയേറ്റ് ചെയ്യാത്തൊരു പുതിയ പ്രൊഡക്റ്റ് ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഈ ആഡ് ബട്ടൺ യൂസ് ചെയ്ത് ഒരു പ്രൊഡക്റ്റ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ഗ്രോസറി എന്നുള്ളൊരു പ്രൊഡക്റ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്തു. അതിൻ്റെ പാരൻറ്റ് ഗ്രൂപ്പ് ജനറൽ. ഇനി ആ പ്രൊഡക്റ്റിന് ഒരു ഗ്രൂപ്പ് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. അതിന് സെപ്പറേറ്റ് സെക്ഷനായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെക്ഷന് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ഒരു പ്രൊഡക്റ്റ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു, സേവ് ചെയ്തു, ഗ്രോസറി സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്കതിൻ്റെ ബേസ് യൂണിറ്റ്, അത് ഏത് യൂണിറ്റിലാണ് സെയിൽ ചെയ്യുന്നത്. ഡിഫോൾട്ടായിട്ട് പീസായിരിക്കും സോഫ്റ്റ്വെയറിൽ ഡിഫോൾട്ട് ഉണ്ടാവുക. ഇത് പീസിലാണ് സെയിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പീസ് സെലക്ട് ചെയ്യാം. ഇനി പീസ് അല്ലാതെ ഒരു പുതിയ യൂണിറ്റ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരു പുതിയ യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിലവിലുള്ള ഈ യൂണിറ്റ് ഓഫ് മെഷേഴ്സ് എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡിഫോൾട്ട് ആയിട്ടുള്ള എല്ലാ യൂണിറ്റ്സും അവൈലബിൾ ആണ്. ഇതിൽ ഏത് യൂണിറ്റാണ് വേണ്ടത് ആ യൂണിറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. എക്സാമ്പിൾ പാക്ക് ആണെങ്കിൽ നമുക്ക് പാക്സ് എന്നുള്ളത് എടുക്കാം. ലിറ്റർ വേണമെങ്കിൽ അത് ചൂസ് ചെയ്യാം, ബാഗ്, അങ്ങനത്തെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. എക്സാമ്പിൾ നമ്മൾ പാക്ക് എടുത്തു, സേവ് ചെയ്തു. അപ്പോൾ ആ യൂണിറ്റ് പുതിയതായിട്ട് ക്രിയേറ്റ് ആയിട്ട് ലിസ്റ്റിൽ വന്നിട്ടുണ്ടാവും. ആ യൂണിറ്റ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ആ പ്രൊഡക്റ്റിൻ്റെ യുണീക്ക് ആയിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ബാർകോഡ് അല്ലെങ്കിൽ ഒരു ബാർകോഡ്, ആ ബാർകോഡ് എൻ്റർ ചെയ്യാം. നോർമലി 13 ഡിജിറ്റ് ബാർകോഡാണ് വരാറ്. ആ ബാർകോഡ് എൻ്റർ ചെയ്യുക. ഈ ബാർകോഡ് സ്കാൻ ചെയ്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക, കാരണം ഇതാണ് സ്കാൻ ചെയ്യുമ്പോൾ സെയിൽസിലേക്കും പർച്ചേസിലേക്കും എല്ലാം ലോഡ് ആവുന്നത്. അതിനുശേഷം നെക്സ്റ്റ് ലൈനിൽ ആ പ്രൊഡക്റ്റിൻ്റെ ടാക്സ് കാറ്റഗറി, ഡിഫോൾട്ടായിട്ടുള്ള എല്ലാ ടാക്സ് കാറ്റഗറീസും ലിസ്റ്റിൽ വന്നിട്ടുണ്ടാവും. ആഡ് ബട്ടൺ യൂസ് ചെയ്ത് ഇതിലില്ലാത്ത പുതിയ ടാക്സ് കാറ്റഗറി വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. ടാക്സ് കാറ്റഗറി ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അല്ലെങ്കിൽ നമുക്ക് നിലവിലുള്ള ലിസ്റ്റിൽ നിന്ന് ടാക്സ് കാറ്റഗറി സെലക്ട് ചെയ്യാം. അതിനുശേഷം വരുന്ന ഓപ്ഷൻ അതിൻ്റെ പർച്ചേസ് പ്രൈസ് ആണ്. പർച്ചേസ് പ്രൈസ് നമ്മൾ മാനുവലി ഫില്ല് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓരോ പുതിയ പർച്ചേസ് ചെയ്യുന്നതോടുകൂടി ഓട്ടോമാറ്റിക്കായിട്ട് പർച്ചേസ് പ്രൈസ് അപ്ഡേറ്റ് ആവും. നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ സെയിൽസ് പ്രൈസ് ആണ്. സെയിൽസ് പ്രൈസ് ഫില്ല് ചെയ്യുക. എത്ര രൂപക്കാണ് ആ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ഫില്ല് ചെയ്യുന്നത്. എക്സാമ്പിൾ 110 രൂപ. അപ്പോൾ 110 രൂപക്കാണ് സെല് ചെയ്യുന്നത്, 110 രൂപ കൊടുക്കുക. അതിൻ്റെ MRP എത്രയാണ് എന്നുള്ളതാണ് അടുത്തത് കൊടുക്കേണ്ടത്. MRP 120 ആണെങ്കിൽ നമുക്ക് 120 സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് ബാച്ച് ക്രൈറ്റീരിയ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രൊഡക്റ്റ് ടൈപ്പ് എപ്പോഴും ഇൻവെൻട്രി ആയിരിക്കണം. നമ്മളൊരു ഇൻവെൻട്രി പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ഇൻവെൻട്രി ആയിരിക്കണം പ്രൊഡക്റ്റ് ടൈപ്പ് സെലക്ട് ചെയ്യേണ്ടത്. മറ്റ് ഓപ്ഷൻസ് അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് ആണ്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഒരു പ്രൊഡക്റ്റ് ബേസിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ്. ഇനി മോർ ഡീറ്റെയിൽസ് ഉള്ളൊരു ഓപ്ഷൻ ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഡീറ്റെയിൽസ് ഉള്ളത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവൈലബിൾ ആവും. ഇതിൽ നമുക്ക് ബ്രാൻഡ് നെയിം കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇൻ കേസ് നമുക്ക് റിപ്പോർട്ട് എടുക്കുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ മാത്രം റിപ്പോർട്ടൊക്കെ ജനറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ പ്രൊഡക്റ്റിനും ബ്രാൻഡ് നെയിം സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പുതിയൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാം. ഒരു പ്രാവശ്യം ക്രിയേറ്റ് ചെയ്ത ബ്രാൻഡ് ഈ ലിസ്റ്റിലുണ്ടാവും. ഒന്നെങ്കിൽ ലിസ്റ്റിൽ നിന്ന് ചൂസ് ചെയ്യാം. പുതിയ ബ്രാൻഡാണെങ്കിൽ ആഡ് ബട്ടൺ യൂസ് ചെയ്ത് ആ ബ്രാൻഡ് സെലക്ട് ചെയ്യുക. പിന്നെ നമുക്ക് വരുന്ന ഓപ്ഷൻസ് PLU
ആൻഡ് HSN കോഡ്. വെജിറ്റബിൾസ് പോലെയുള്ള വെയിങ് സ്കെയിൽ യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സിനാണ് നമ്മൾ PLU ഫില്ല് ചെയ്യേണ്ട ആവശ്യമുള്ളത്. ബാക്കിയുള്ള എല്ലാ പ്രൊഡക്ട്സിനും HSN കോഡ് കമ്പൽസറി ആണ്. HSN കോഡ് കൊടുക്കുക. അതിനുശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്രയും ഡീറ്റെയിൽസാണ് നമ്മളൊരു പ്രൊഡക്റ്റ് ക്രിയേഷനുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ളത്. ഇതിൽ പ്രൊഡക്റ്റ് ഗ്രൂപ്പ്, യൂണിറ്റ്, ടാക്സ് കാറ്റഗറി, അതുപോലെ ബ്രാൻഡ് എന്നീ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ തന്നെ ഡയറക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ്ഫുള്ളി സേവ്ഡ് എന്നുള്ള മെസ്സേജ് വരും. ഇത്രയും ചെയ്യുന്നതോടുകൂടി ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ആയി ഇൻവെൻട്രിയിലെ മാസ്റ്റേഴ്സിലെ പ്രൊഡക്ട്സ് എന്നുള്ള ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ആ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതിനെന്തെങ്കിലും എഡിറ്റിംഗ് ചേഞ്ചസ് എന്തെങ്കിലും വരുത്തണം എന്നുണ്ടെങ്കിൽ മുകളിൽ നമുക്ക് എഡിറ്റ് ബട്ടൺ ചൂസ് ചെയ്ത് ഇതിന് മോഡിഫിക്കേഷൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് പ്രൊഡക്ട്സിൽ മൾട്ടിപ്പിൾ യൂണിറ്റ്സോ മൾട്ടിപ്പിൾ ബാർകോഡ്സോ ഉള്ള സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ ഈ ഒരു ബാർകോഡ് അല്ലാതെ പുതിയൊരു ബാർകോഡിൽ ഈ പ്രൊഡക്റ്റ് നെക്സ്റ്റ് ടൈം സപ്ലയർ നമുക്ക് ചെയ്യുന്ന സമയത്ത് പുതിയൊരു ബാർകോഡിലാണ് ഈ പ്രൊഡക്റ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ ബാർകോഡ്സ് നമുക്ക് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് താഴെ വരുന്ന മൾട്ടി ബാർകോഡ് എന്നുള്ള ഓപ്ഷൻ. മൾട്ടി ബാർകോഡ് സെലക്ട് ചെയ്യുക. അവിടെ നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്ന ബാർകോഡുകൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അൺലിമിറ്റഡ് ബാർകോഡ്സ് നമുക്ക് ഓരോ പ്രൊഡക്ട്സിനും ആഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ആഡ് ചെയ്യുന്ന എല്ലാ ബാർകോഡ് സ്കാൻ ചെയ്താലും ഏത് ബാർകോഡ് സ്കാൻ ചെയ്താലും നമുക്ക് ആ പ്രൊഡക്റ്റ് സെയിൽസിൽ ലിസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ യൂണിറ്റ്സ് സെലക്ട് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ സൺഫ്ലവർ ഓയിൽ പീസസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പാക്കായിട്ടാണ് സെയിൽ ചെയ്യുന്നത്. ഇത് ഹോൾസെയിലായിട്ട് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് യൂണിറ്റ്സ് കൊടുക്കാൻ പറ്റും. എക്സാമ്പിൾ ഒരു ബോക്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു ബോക്സ് നമുക്ക് സെലക്ട് ചെയ്യാം. ഒരു ബോക്സിൽ എത്ര പീസ് ഉണ്ട്. ഒരു ബോക്സിൽ 10 പീസായിട്ട് ഹോൾസെയിൽ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് 10 പീസ് ഹോൾസെയിൽ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്കതിൻ്റെ ബാർകോഡ്, ആ ബോക്സിന് വരുന്ന ബാർകോഡാണ് നമുക്കിവിടെ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ അതിൻ്റെ സെല്ലിംഗ് പ്രൈസ്, എക്സാമ്പിൾ 1000 രൂപയാണെങ്കിൽ 1000 രൂപ, അതിന് വരുന്ന MRP എത്രയാണ്, ആ MRP എന്നിവ നമുക്ക് ഫില്ല് ചെയ്ത് ആഡ് ചെയ്യാം. ഇതുപോലെ നമുക്ക് മൾട്ടിപ്പിൾ യൂണിറ്റ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് വീണ്ടും നമുക്ക് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. പ്രൊഡക്റ്റ് സേവ്ഡ് സക്സസ്ഫുള്ളി. ഇത്രയും ചെയ്യുന്നതോടുകൂടി ഒരു പ്രൊഡക്റ്റ് ക്രിയേഷൻ എന്നുള്ള ടോപ്പിക് നമുക്ക് ഫിനിഷ് ആവുകയാണ്.